ഈ അമ്മയാണെങ്കിൽ അവരുടെ മകളെ ഷോപ്പിങ്ങിന് പോകാനായി വിളിക്കുകയാണ്. അവൾ ബോയ് ഫ്രണ്ടുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ അവർ തനിച്ചു പോവുകയാണ്. എന്നാൽ ഇതേ സമയം അവളുടെ അച്ഛൻ ബേസ്മെന്റിലേക്ക് കുറച്ച് പെട്ടികൾ കൊണ്ടുപോകാൻ തന്നെ ഹെൽപ്പ് ചെയ്യാൻ അവളോട് ആവശ്യപ്പെടുകയാണ്. അവളും അയാളുടെ പുറകെ ചെല്ലുന്നു. ബേസ്മെന്റിലെത്തിയതും അവളാകെ അന്തം വിട്ടുപോകുന്നു. അത്രയും വർഷമായി അവരാരും കാണാത്ത ഒരു മുറിയിലേക്കാണ് അവർ ആ ബോക്സുമായി എത്തുന്നത്. നിനക്ക് ഈ റൂം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അയാളാണെങ്കിൽ പെട്ടെന്ന് പുറത്തിറങ്ങി റൂം പുറത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു. തിരിച്ചു വന്ന അമ്മ മകളെ അന്വേഷിക്കുന്നു. ബോയ് ഫ്രണ്ടിനോടൊപ്പം അവൾ ഒളിച്ചോടിപ്പോയെന്ന് അയാൾ പറയുന്നു. അവൾ അതിനുള്ളിൽ കിടന്ന് എത്ര നിലവിളിച്ചിട്ടും ശബ്ദമൊന്നും പുറത്ത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ 4 ദിവസം കടന്നുപോയി. ഒരു റെസ്റ്റ് റൂം പോലുമില്ലാത്ത ആ ബേസ്മെന്റിൽ അവൾ ഒരുപാട് കഷ്ടപ്പെടുകയാണ്. 4 ദിവസത്തിന് ശേഷം ഇയാൾ റൂമിലേക്ക് വരുന്നു. അയാൾ വരുന്ന ശബ്ദം കേട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പെൺകുട്ടിയെ അയാൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് റേപ്പ് ചെയ്യുന്നു. സ്വന്തം മകളാണെന്ന് പോലും നോക്കാതെയാണ് അയാൾ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. അതിനുശേഷം ഈ പെൺകുട്ടി അകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നതൊക്കെ പുറത്തുനിന്ന് കണ്ട് അയാൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. എന്നാൽ പെൺകുട്ടിയെ കാണാതായതിൽ സംശയം തോന്നിയ അമ്മ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. ഇതേസമയം ബേസ്മെന്റിൽ നിന്ന് മുകളിലേക്ക് വന്ന ഇയാളാണെങ്കിൽ തന്റെ മകൾ ഒളിച്ചോടി പോയതാണെന്ന് തന്നെ എൻക്വയറി ചെയ്യാൻ വന്ന പോലീസുകാരനോടും പറയുന്നു. താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ മൂവിയുടെ മുഴുവൻ ഭാഗവും കേൾക്കാൻ സാധിക്കും. അതേപോലെ എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ.